الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد، ومن يضلل فلن تجد له وليا مرشدا. ونشهد أن لا إله إلا الله وحده نصر عبده وأعز جنده وهزم الأحزاب وحده. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وخير الأمور عوازمها، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. صدق الله العلي العظيم. إن أريد الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. എത്രയും സ്നേഹാദരവുമാണ് ഏറ്റവും വിശുദ്ധമായ അനുഗ്രഹീതമായ ആദർശ വഴിയിൽ ദീനിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരീ സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പോകണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഉദ്ഘോഷിക്കുന്നതും, അതേപോലെ തന്നെ നമ്മുടെ ഒരു ആത്മവിശ്വാസവുമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു ജീവിത പദ്ധതി. നമുക്ക് അല്ലാഹു തിരഞ്ഞെടുത്തു തന്ന ആദർശ വഴി അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്, അതേറ്റവും മഹത്തായ ഒരു ജീവിത പദ്ധതിയാണ്. അതിനേക്കാൾ മികച്ച ഒന്ന് ലോകത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ എത്ര പേർക്ക് കൃത്യമായ ബോധ്യമായിട്ട് മനസ്സുകളുണ്ട്? കേവലം വിശ്വാസം എന്നതിനപ്പുറം ഒരു ബോധ്യമായിട്ട് എത്ര പേർക്കുണ്ട്? അങ്ങനെ ബോധ്യമായിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ മാർഗത്തിൽ നിന്ന് അണ്ണുകിട വ്യതിചലിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല, നമ്മളതിന് ശ്രമിക്കുകയുമില്ല. ഇസ്ലാമിന്റെ ഈ ഒരു സൗന്ദര്യത്തെ കുറിച്ച് ചിലത് പറയാനാണ് ഈ ഖുത്ബയിലൂടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലവിധ സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഒന്ന് ഖുർആനെ കുറിച്ച് അല്ലാഹു പറയാണ്. ഖുർആനാണല്ലോ നമ്മുടെ ഈ ഒരു ജീവിതരേഖയുടെ ഏറ്റവും അടിസ്ഥാന സ്രോതസ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ നിങ്ങളെ
മാർഗദർശനം ചെയ്യുക. നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഏതോ ഒരു വഴിയിലേക്കല്ല, മറിച്ച് ഈ അഖവം എന്ന് വെച്ചാൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏറ്റവും വലിയവൻ, ഏറ്റവും ഋജുവായ ചൊവ്വായ മാർഗം. അതിനേക്കാൾ മികച്ച ഒന്നില്ല. അത്രയും ഉന്നതമായ ഒരു ജീവിത വഴിയിലേക്കാണ് ഈ ഖുർആൻ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. നമ്മൾ ഖുർആനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന പല പ്രസ്താവനകളുണ്ട്. നമ്മൾ സാധാരണ പറയും എല്ലാത്തിനുള്ള വിശദീകരണം, അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ക്ലാരിഫിക്കേഷൻ അത് ഖുർആൻ നിങ്ങൾക്ക് തരും, അതിൽ യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും സ്പർശിച്ചു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിത പദ്ധതിയാണ് ഇസ്ലാം. അതിനെക്കുറിച്ച് അറബിയിൽ പറയുന്നത് അൽ ഇസ്ലാം നിളാമുൻ മുതകാമിലുൻ ഷാമിലുൻ ലിജമീഇ ജവാനിബിൽ ഹയാത്ത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിളാം, അതൊരു വ്യവസ്ഥയാണ്. മുതകാമിലുൻ ഷാമിലുൻ, അത് സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥയാണ്. ലിജമീഇ ജവാനിബിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അത് സ്പർശിക്കുന്നുണ്ട്. എല്ലാ മേഖലകളെയും ഒന്നുപോലും ഒഴിവാവില്ല. ഇങ്ങനെ പറയുമ്പോ ചിലപ്പം ഒരു പൊതുസമൂഹത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം ഉണ്ടാവും. കാരണം മതേതരത്വത്തെ കുറിച്ച്, സെക്കുലറിസത്തെ കുറിച്ച്, യൂറോപ്പിൽ അതിന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മതം വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്, സൊസൈറ്റിയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതത്തെ വളരെ പരിമിതമായ ഒരു കോണിലേക്ക് കൊണ്ടുവന്ന ഒരു ലോകക്രമത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മതത്തിന്റെ ലേബൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പല സ്ഥാനങ്ങളിലും എത്തും ആളുകൾ വല്ലാതെ അസ്വസ്ഥരാകുന്നത്. അല്ലെങ്കിൽ അത്തരം നാമധാരികളെ തെറ്റായി ചിത്രീകരിക്കാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ, നമ്മൾ തരതര കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ ദീനാണ്. ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ നമ്മൾ സാധാരണ നമ്മൾ പറയാ നമ്മൾ മുഅ്മിനീങ്ങളാണ്, അല്ലെ? മുഅ്മിൻ, ആരാണ് ഒരു മുഅ്മിൻ? അപ്പൊ ഈമാൻ എന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണല്ലോ, അല്ലെ? ഈമാൻ എന്ന് പറയുമ്പോൾ വിശ്വാസമാണല്ലോ. അതിൽ കർമ്മം ചേരുമെന്നതിനെ കുറിച്ച് ആളുകൾക്ക് ഇപ്പോഴും ബോധ്യമില്ല, ഉള്ളവരുണ്ടാകാം. അത് പരിമിതമാണെന്നാണ് ഉള്ളവന്റെ അനുഭവം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ സുന്ദരമായിട്ട് ആരാണ് മുഅ്മിൻ എന്ന ഡെഫിനിഷൻ കൊടുക്കുന്നത്, നിർവചനം കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറുള്ള സൂറയാണ് സൂറത്തുൽ മുഅ്മിനൂൻ. അത് വിശദീകരിക്കാൻ സമയമില്ല, ആയത്തിലൂടെ ഒന്ന് കടന്നു പോകാം. അള്ളാഹു എന്താ പറയുന്നത്? അല്ല, മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞതുപോലെ ഖുർആൻ കേൾക്കുമ്പോ അള്ളാഹ് എന്നോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ കേൾക്കണം. എന്താ റബ്ബ് പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ആരാണ് മുഅ്മിൻ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഏറ്റവും ബേസ് എന്താ? നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ അനുഗ്രഹവും അടിസ്ഥാനം എന്താണ്? അത് നമസ്കാരമാണ്. നമസ്കാരത്തിൽ ഖുശൂ. ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ ഖുശൂവിനെ കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ പറയുന്നത് അത് കേവലം മാനസികമായ ഒന്ന് മാത്രമല്ല, മറിച്ച് ശരീരവും കൂടി, നമ്മുടെ മൈൻഡും ബോഡിയും ചേരുന്നതാണ് ഖുശൂ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള ഖുശൂ നമ്മുടെ ബോഡിയിലൂടെ പ്രകടമാകും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കാണാം. ഒരാൾ നിസ്കരിക്കാൻ താടിയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കളിക്കാറ്, അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ പല കളികൾ ആളുകൾ കളിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ച എന്താണ്? ഒരാളുടെ ഖുശൂ എന്ന് പറയുന്നത് അത് മനസ്സിൽ മാത്രമല്ല, അവന്റെ പ്രകടനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ റുക്ഉം സുജൂദും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഖുശൂഉള്ള നമസ്കാരക്കാരായിരിക്കും നമ്മൾ. ഒരു കോമൺ എലമെന്റ് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി, അല്ലെ, ആത്മീയതയുടെ ഈ ലോകത്തിനും അപ്പുറമുള്ള ഒരു കണക്ഷനിലേക്ക് നമുക്ക് സൂചന നൽകുന്നുണ്ട്. ലോകത്തുള്ള ബഹുഭൂരിപക്ഷം മനുഷ്യന്മാരും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ ഒരു സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇനി അടുത്ത് നോക്കാം. മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ? അവർ ലഗ്വിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളാണ്. വല്ലദീനഹും അനിൽ ലഅവി മുഅ്രിദൂൻ. അഅറദ് എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്ന അർത്ഥം. എന്ന് പറഞ്ഞാൽ ലഗ്വ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ കാര്യം നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തം നന്നാവും. എന്ന് പറഞ്ഞാൽ
വിശ്വാസികളുടെ ജീവിതം കൃത്യമായ ഒരു പേർപ്പസിൽ നീങ്ങുന്ന ലക്ഷ്യബോധ്യം ഉണ്ടാകും. ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പോലും മനുഷ്യൻ ചെയ്യൂല. ഒരു മൊമെന്റ് പോലും അവൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പലപ്പോഴും റീൽസ് നോക്കും, യൂട്യൂബിലേക്ക് പോകും, സ്റ്റാറ്റസ് നോക്കും, അല്ലെ എൻഗേജ്മെന്റിന്. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലൊക്കെ പോയപ്പോ കണ്ടു, കുറെ ആളുകൾ കൂടിയിട്ട് പല കളികളുണ്ട്. രാത്രി 10 മണിക്കും 11 മണിക്കും ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, വലിയ വലിയ മനുഷ്യന്മാരെ കൂടിയിട്ട് കളിക്കുന്ന കണ്ടാല് അന്താളിപ്പ് തോന്നും. അതെന്ന് പറഞ്ഞാല് എങ്ങനെ ടൈം പാസ്, ടൈം പാസ് എന്ന ഓപ്ഷൻ വിശ്വാസികൾക്ക് ഇല്ല കേട്ടോ ലൈഫില്. മറിച്ച് ലൈഫിൽ ഓരോ കാര്യങ്ങളും പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കും. ഈ ലക്ഷ്യത്തിന് വിരുദ്ധമായി നമ്മൾ ചെയ്യുന്നതൊക്കെ ലഘുവായിട്ട് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് മാറി നോക്ക്, നമ്മുടെ ലൈഫിൽ എത്രമാത്രം ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും. അങ്ങനെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കും. എന്ന് പറഞ്ഞാല് ഒരു കാര്യം പോലും വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചതിന് വിരുദ്ധമായി ചെയ്യാൻ പാടുന്നത് മാത്രമല്ല, എന്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കുന്നതിന് വിരുദ്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കും അതിൽ കളിതമാശകൾ വേണം, അല്ലേ? അതേപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ഇതൊക്കെ ഈ ഒരു പരിധിയിൽ ലക്ഷ്യത്തിലും ഉൾക്കൊള്ളുന്നതായിരിക്കണം. പിന്നെ പറയുന്നത് വല്ലദീനഹും ലിസകാത്തി ഫാഇലൂൻ, സകാത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. സകാത്ത് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമ്പത്തിന്റെ പ്യൂരിഫിക്കേഷൻ എന്നോടൊപ്പം നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണത്, അല്ലെ? നമ്മളെ വളർത്തുന്നത്, നമ്മുടെ സമ്പത്തിനെ വളർത്തുന്ന ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അവിടെ പറഞ്ഞത് ഫാഇലീൻ എന്ന് പറയുമ്പോൾ കൊടുക്കാന്നല്ല, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ, ഈ പള്ളി കമ്മിറ്റികളൊക്കെ നടത്തുക എന്നുള്ളത് കമ്മിറ്റി നടത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും, അല്ലെ? എത്ര ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് എന്ന് പറഞ്ഞാൽ. അതിൽ സവിശേഷമായിട്ട് സകാത്ത് ആളുകളിൽ നിന്ന് സംഭരിക്കുക, അവകാശികളെ കണ്ടെത്തുക, അത് കൊണ്ടുകൊടുക്കുക, ഇങ്ങനെ പോലെ ചാരിറ്റി പ്രവർത്തനം നമുക്ക് കാണുമല്ലോ. എന്ന് പറഞ്ഞാല് അത് കൊടുക്കുക മാത്രമല്ല, മറിച്ച് അതിനുവേണ്ടി കർമ്മനിരതരാകുന്ന ആളുകൾ. അപ്പൊ കൊടുക്കുന്നതിനെ കുറിച്ച് വലിയ ഡിസ്കഷൻ ആവശ്യമില്ല, അത് നമസ്കാരം പോലെ തന്നെ അനിവാര്യമാണ്. പിന്നെ പറയുന്നത് എന്താ? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഞാൻ സംശയത്തായി പറയാട്ടോ, ഓരോന്ന് വിശദീകരിക്കപ്പെടേണ്ടതാണ്. അവരുടെ സ്വകാര്യതകൾ സംരക്ഷിക്കുന്ന, പ്രൈവറ്റ് പാർട്സ് പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ സദാചാര വിശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. സകാത്ത് യഥാർത്ഥത്തിൽ വലിയൊരു സൊസൈറ്റിയുടെ മാറ്റം തന്നെ അതിലൂടെ നമുക്ക് സാധ്യമാകുന്ന ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സൊസൈറ്റിയുമായി കണക്ട് ചെയ്യുന്നതാണ്. സദാചാര വിശുദ്ധി വളരെ പ്രധാനമാണ് എന്ന് പറയുന്നുണ്ട്. ഇല്ല അല അസ്വാജിഹിം ഔ മമലക്കത അയ്മാനുഹും. ഭാര്യമാർക്ക് അങ്ങനെയല്ല. ഒരു സംഭവം ഉണ്ട് അതില്. അതിന്റെ ഒരു സൗന്ദര്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വതക്കയെ കുറിച്ച് പറയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫീ ബുദ്ഇ അഹദികും സ്വതക. നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള സംസർഗത്തിൽ സ്വതക്ക ഉണ്ട് എന്ന് പറഞ്ഞത് അത് സ്വതക്കയാണ്. അപ്പൊ സ്വഹാബികൾ അന്താലിപ്പോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയഅതി അഹദുനാ ശഹവതഹു വയകൂനു ഫീഹാ അജ്ർ. ഒരാള് തന്റെ വികാരം അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തന്റെ ഇണയെ സമീപിക്കുന്നതിൽ അതിൽ പ്രതിഫലമുണ്ട്. ഇതെന്ത് വർത്താനം? ഓക്കെ, ഹലാലാണെന്ന്, ഓക്കെ, അതിൽ പ്രതിഫലമുണ്ടെന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അറഅയ്തും ലൗ വദഅഹ ഫീ ഹറാം അകാന അലൈഹി ഫീഹാ വിസ്ർ. ഇത് ഹറാമിന്റെ വഴിയിൽ പോയി ചെയ്താല് അത് കുറ്റമില്ലേ? അപ്പൊ അവർ പറഞ്ഞു, ബല, ശരിയാണത്. ഫകദാലിക ഇദാ വദഅഹ ഫിൽ ഹലാലി കാന ലഹു അജ്ർ. അതുകൊണ്ട് ഇത് ഹലാലായ മാർഗത്തിലൂടെ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ട്? പ്രതിഫലം ഉണ്ടെന്ന് പറയാം. ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കണം. അത് പ്രതിഫലം എന്നല്ല, അതില്ലാതെ തന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാതെ, മക്കളെ ചേർത്ത് പിടിക്കാതെ ലൈഫ് എന്നുള്ള ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കൂല. അങ്ങനെ ഒരു ജീവിതം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഫാമിലി, സദാചാര വിശുദ്ധി, ഓരോന്നിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റഊൻ. പിന്നെ പറയുന്നത് എന്താ? അമാനത്തുകൾ പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ലഭിക്കുന്ന ഓരോന്നും നമുക്ക് അമാനത്താണ്. കുല്ലുക്കും റഈൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി. നിങ്ങൾ ഓരോരുത്തരും പലവിധ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അമാനത്താണ്. കുടുംബം, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പലതും ഉണ്ടാകും. സൊസൈറ്റിയിൽ, അല്ലെ, പള്ളിയിൽ, ഇങ്ങനെ പലതും ഉണ്ടാകും. ഇങ്ങനെ അമാനത്തുകളിൽ സൂക്ഷ്മത പാലിക്കുന്നവരാണവർ. അഹ്ദ്, കരാറുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിതത്തിൽ പലതും നടക്കുന്നത്, അല്ലെ? കോൺട്രാക്റ്റുകൾ, അഗ്രിമെന്റുകൾ, അത് വാക്കാലാകാം അല്ലെങ്കിൽ രേഖയിലൂടെയാകാം. ഈ അമാനത്തുകളും അഹദുകളും ഇല്ലാത്ത ജീവിതം ഒരു മനുഷ്യനുണ്ടാവില്ല. അത് റബ്ബുമായിട്ടുള്ള അമാനത്തുണ്ട്, റബ്ബുമായിട്ടുള്ള കരാറുകളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള കരാറുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ ഉലൈക ഹുൽ വാരിസൂൻ. പിന്നെ നമസ്കാരം, പ്രേയേഴ്സ്, നമസ്കാരത്തിന്റെ കാര്യം സൂക്ഷ്മത പാലിക്കുന്നവർ.
വീണ്ടും ആവർത്തിച്ച് പറയാട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ചരടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമസ്കാരമാണ്. ഇതാണ് ഇതിനൊക്കെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന. അങ്ങനെ ഉണ്ടാവില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ, നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് ഇലക്ട്രിക് അനുഭവം വന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും റീചാർജിങ് അനിവാര്യമാണ്. ഇത് ചെയ്യുന്ന പ്രോത്സാഹനം നമ്മുടെ നമസ്കാരം. ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇസ്ലാം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ സാധാരണ പറയുന്ന ഒരു 360 ഡിഗ്രിയിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത പദ്ധതിയാണ്. ഒന്നും മാറ്റി നിർത്താൻ സാധിക്കില്ല, ഒന്നുപോലും മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇങ്ങനൊരു ജീവിത പദ്ധതി ലോകത്ത് എവിടെയുമില്ല, ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് സാധ്യവുമല്ലെന്നാണ് ചരിത്രം പഠിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സൂറ ആൽ ഇംറാൻ നമ്മോട് ചോദിക്കുന്നുണ്ട്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അല്ല ഇത്രയും മനോഹരമായ ഒരു ജീവിത പദ്ധതി ഉണ്ടായിട്ട് ഇതല്ലാതെ മറ്റൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലെ എല്ലാ വസ്തുക്കളും ആ നാഥന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനോട് ചേരാം. വളരെ ന്യൂനപക്ഷം വരുന്ന ഈ ദീനിനെ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ചെറിയ ആളുകൾ മാത്രം, അല്ലെ നിങ്ങൾ മനുഷ്യരെ സങ്കല്പിക്കുന്നത് വലുതായി തോന്നുമെങ്കിലും ഈ പ്രപഞ്ചത്തിലെ വളരെ ചെറിയ ന്യൂനാൽന്യൂനപക്ഷം മാത്രം ഇതിനെതിരെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് ഇങ്ങനെ ഒന്ന് മറ്റൊന്ന് കാണാൻ സാധിക്കുകയില്ല, ലോകത്തുണ്ടായിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ ഒരു മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതത്തെ കുറിച്ച് അതിന്റെ ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ മുമ്പിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിത പദ്ധതിയുടെ 4 ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മോക്ഷ എന്ന് പറയും, അല്ലെ, മോക്ഷം ലഭിക്കാൻ, സാൽവേഷൻ ലഭിക്കാൻ മനുഷ്യൻ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങൾ കടന്നു പോകണമെന്നാണ് വേദങ്ങൾ മുമ്പിലേക്ക് പഠിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സിമ്പിളായി പറഞ്ഞാൽ ഈ 4 ഘട്ടം ഏതാ? ഒന്ന് ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മനുഷ്യന്റെ വിദ്യാഭ്യാസം നടക്കുന്ന, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായം. അതിനെക്കുറിച്ച് വേദത്ത് പറയുന്നത് ഏകദേശം 25 വർഷമാണ്. ജീവിതത്തെ 100 വർഷമായി തിരിക്കാട്ടോ. 25 വർഷം ബ്രഹ്മചര്യ, എഡ്യൂക്കേഷൻ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്ന, ഈ അർത്ഥത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണത്. പിന്നെ രണ്ടാമത്തേത് ഗൃഹസ്ഥ. ഗൃഹസ്ഥ എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്, അവന്റെ കുടുംബവുമായിട്ട് ചെലവഴിക്കുന്ന ഒരു പ്രായം. മാരേജ്, റൈസിങ് എ ഫാമിലി, ഫുൾഫില്ലിംഗ് വേൾഡ്ലി ആൻഡ് സൊസൈറ്റി നീഡ്സ്, അല്ലെ, സൊസൈറ്റൽ നീഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞാല് കുടുംബം, സമൂഹവുമായിട്ടുള്ള ബന്ധം, അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പ്രായം. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ വികാരങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇത് പറയുന്നത് അടുത്ത 25 ഇയേഴ്സ്, സെക്കൻഡ് സ്റ്റേജ് ആണത്. മൂന്നാമത്തെ ഗൃഹസ്ഥ എന്ന് പറഞ്ഞാൽ വനപ്രസ്ഥ, അല്ലെങ്കിൽ വനം, കാട്ടിൽ പോയി മനുഷ്യർ ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പുരാണങ്ങളിലൊക്കെ. എന്ന് പറഞ്ഞാല് ഈ ദുനിയാവുമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക ജീവിതവുമായിട്ട് എല്ലാ കണക്ഷനും വിട്ടിട്ട് കാട്ടിൽ പോയി മനുഷ്യൻ ജീവിക്കുക. അവിടെ മനുഷ്യൻ അപ്പോഴാണ് സ്പിരിച്വാലിറ്റി അവൻ തേടുന്നത്. പിന്നെ പറയുന്നത് സന്യാസ് ആശ്രമ എന്ന് പറഞ്ഞാല് പിന്നെ കംപ്ലീറ്റ് എന്തേ ഉള്ളൂ, അല്ലെ, സന്യാസികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടാവും. കാട്ടിലൊക്കെ പോയിട്ട് ഋഷിമാരും മുനിമാരും ഒക്കെ അല്ലെ അങ്ങനെ ജീവിക്കുന്നതിന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാ പിന്നെ അങ്ങനെ ജീവിക്കുക, അതോടെ എന്ത് ചെയ്യുന്നു, സാൽവേഷൻ കിട്ടി. ഇത് വേദങ്ങൾ മുമ്പിൽ വെച്ചാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ജീവിത പദ്ധതിയാണ് അത് സമർപ്പിക്കുന്നത്. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആണോ? ഒരിക്കലുമല്ല. ഇത് ഐതിഹ്യം മാത്രമാണ്. പ്രാക്ടിക്കൽ ഒരിക്കലും മനുഷ്യനത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ നോക്കി നോക്ക്. ഈ പറഞ്ഞ എല്ലാ സംഗതികളും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലെന്നല്ല, മനുഷ്യൻ ജനിച്ചത് മുതൽ എസ്പെഷ്യലി പ്രായപൂർത്തിയാകുന്നത് മുതൽ മരിക്കുന്നത് വരെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ ഒരു സ്റ്റേജിൽ പോലും സാധ്യമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന എങ്ങനെയാ, അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഘട്ടത്തിൽ പോലും ആര് കൂടെയുണ്ട്? തന്റെ പ്രിയപത്നി കൂടെയുണ്ട് എന്ന് പറയുമ്പോ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യം നമുക്ക് അതിലൂടെ ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇനി ഞാനൊരു ആർഗ്യുമെന്റ് മുമ്പിൽ വെക്കാം, വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും. ലോകത്ത് നിലവിൽ വന്ന മനുഷ്യനിർമ്മിത പ്രത്യയ ശാസ്ത്രങ്ങൾ, മറ്റേ വാക്ക് പറഞ്ഞാല് അല്ലെ 90കളിലൊക്കെ ജീവിച്ച ആളുകൾക്ക് മനസ്സിലാവും, അല്ലെ, 70-90കളിൽ ജീവിച്ച ആളുകൾക്ക് ലോകത്ത് കമ്മ്യൂണിസം ലോകത്തിന്റെ നല്ലൊരു ശതമാനം മനുഷ്യരെയും സ്വാധീനിച്ചൊരു ഘട്ടം. പക്ഷെ വെരി ക്ലിയർ ആയിട്ട് പറയാം, കമ്മ്യൂണിസം എന്ന ആ ഒരു ആശയത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഒരു പാർട്ടി ഈ അർത്ഥത്തിലല്ല. ആശയം ഒരിക്കലും പ്രാക്ടിക്കലി മനുഷ്യ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല. ലോകത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് പറ്റുകയുമില്ല. കാരണം
അതിന്റെ പ്രായോഗികതയാണ്. സ്വപ്നങ്ങൾ ആർക്കും കാണാം. അതേപോലെ തന്നെ ക്യാപിറ്റലിസം ആകട്ടെ, മനുഷ്യരുണ്ടാക്കിയ കൺഫ്യൂഷനിസം, ഇങ്ങനെ പല തിയറികൾ ലോകത്തുണ്ടല്ലോ. ഇതൊന്നും ആ അർത്ഥത്തിൽ പ്രായോഗികമായിട്ട് മനുഷ്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അതിന്റെ ചില വശങ്ങൾ പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് മനുഷ്യരെ നന്മയിലേക്കല്ല കൊണ്ടുപോവുക. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്നത്, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജീവിത ദർശനം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കതിനെ മനസ്സിലാകുന്നില്ല? എന്തുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് അഭിമാനത്തോടെ അതിനെ നെഞ്ചിലേറ്റി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഈ മനോഹരമായ ജീവിത പദ്ധതി ഉണ്ടായിട്ട് വേറെന്തെങ്കിലും തേടിയിട്ട് ആഗ്രഹിച്ച് നിങ്ങൾ നടക്കുന്നുവെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ അതൊരിക്കലും സ്വീകാര്യമല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവനെന്തായിരിക്കും? അവന്റെ പരലോകത്ത് യഥാർത്ഥ നഷ്ടകാരികൾ പെട്ടുപോകും. അവന് ദുനിയാവ് കിട്ടോ? ഇല്ല. ഖുർആൻ പറയുന്നുണ്ട്, ഖസിറത് ദുനിയ വൽ ആഖിറ. അവന് ദുനിയാവും നഷ്ടമായിരിക്കും, അവൻ ആഖിറവും നഷ്ടമായിരിക്കും. ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് നമുക്ക് പിന്നീടുള്ള ഓരോന്നിലും പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മനോഹരമായ ജീവിത പദ്ധതിയെ കുറിച്ച് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? അറിയണം. ഇൽമു വേണം, നമുക്ക് പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അഭിമാനത്തോടെ ഇതിനെ നെഞ്ചിലേറ്റി ഈ സമൂഹത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ വൽആഖിബത്തുൽ മുത്തഖീൻ, ഏത് മേഖലയിലും ഏത് സ്ഥലത്തും അന്തിമവിജയം ആർക്ക് മാത്രമാണ്? അത് വിശ്വാസികൾക്കാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബോധ്യത്തോടെ അടിയുറച്ച് ഈ ദീനിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് അസ്തഗ്ഫിറൂഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سورة الله العظيم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷ്മ ജീവിതത്തിൽ പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ഉപദേശിക്കാൻ വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഓഫറാണോ? അള്ളാഹിന്റെ പ്രോമിസാണ്, നമ്മുടെ പ്രോമിസല്ല. തീർച്ചയായിട്ടും അവന് ഞാൻ ഹയാതൻ തയ്യിബ, ഏറ്റവും ഉന്നതമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായ ജീവിതം അവന് ഞാൻ പ്രദാനം ചെയ്യും. വലനജിയന്നഹും, അല്ലാഹു പറയുന്നത് എന്താ? അവന് പ്രതിഫലം നൽകും. അജ്റഹും ബി അഹ്സനി മാ കാനൂ യഅമലൂൻ. അല്ലാഹു നോക്കുക, നമ്മൾ ചെയ്ത അമലുകൾ ഏറ്റവും നല്ലത് നോക്കിയിട്ട് എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് പ്രതിഫലം തരികയും ചെയ്യും. അതുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിലേക്ക് എത്തണം നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതുപോലെ സൂചിപ്പിച്ചതുപോലെ ഈ ദീൻ അറിയണം, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കണം. ഇഷ്ടംപോലെ ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. പിന്നെ അതിന് എന്ത് ചെയ്യണം? ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സുന്ദരമായ ജീവിതം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, വ്യക്തിജീവിതമാകാം, കുടുംബജീവിതമാകാം, ബിസിനസ്സാകാം, പ്രൊഫഷനാകാം, പഠനമാകാം, എല്ലാറ്റിലും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് സവിശേഷമായ അല്ലാഹു എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഈ സക്കാത്തിനെ കുറിച്ച് പറയും. അതേപോലെ തന്നെ ബഖറയുടെ തുടക്കത്തിൽ തന്നെ ഉമ്മാ റസഖനാഹു യുൻഫിഖൂൻ, അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട് തന്നാൻ്റെ മാർഗത്ത് കൊടുക്കുക. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾക്കിത് തന്ന റബ്ബിന് കൊടുക്കുന്ന നിങ്ങൾക്ക് പുണ്യം കിട്ടില്ല പറയണ്ട. ഈ ആയത്ത് ഇറങ്ങിയപ്പോ അബൂ തൽഹ റളിയല്ലാഹു ഓടി വരികയാണ്. എന്നാൽ ഹബീബ് ഇങ്ങനെ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ശരിയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബൈറുഹാ തോട്ടം ഞാൻ തരാണ്. അങ്ങനെ കണ്ണു തെളിക്കും കേൾക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഏറ്റവും ആളുകളെ അട്രാക്ട് ചെയ്യുന്ന, ഒന്നുകിൽ ലുലുമാളോ, അങ്ങനെ തമാശല്ല,
ആ സമൂഹത്തിൽ ഏറ്റവും ആളുകൾ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ തോട്ടം. അത് അത്രയും വലിയ ആ തോട്ടം കൊടുക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക ഇത് വളരെ പ്രധാനമാണ്. ഞാനിത് സവിശേഷമായി പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പള്ളി കേരളത്തിന്റെ തന്നെ വളരെ ഒരു ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എത്രയോ ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാദേശികമായിട്ടും വിദേശത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. പലപ്പോഴും ഞാൻ കമ്മിറ്റിയുടെ ആളുകൾ പറയും ഇത് ഏറ്റവും മനോഹരമാക്കണം. എന്നാൽ അള്ളാന്റെ ഭവനാണ്. നമ്മുടെ വീടൊക്കെ നമ്മൾ എത്ര മനോഹരമായി കൊണ്ടെടുക്കും അല്ലെ? നമ്മൾ വീടൊക്കെ എത്ര കടം വാങ്ങിയിട്ടെങ്കിലും എന്ത് ചെയ്യും, മനോഹരാക്കും അല്ലെ? ആ കടം തീർക്കുമ്പോൾ തന്നെ മനുഷ്യർ നടക്കും. അള്ളാന്റെ ഭവനം, എൻ്റെ റബ്ബിന്റെ ഭവനം നമുക്ക് അങ്ങനെ ആക്കണമല്ലോ. അതുകൊണ്ട് പള്ളിയുടെ പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഇത് ഞാൻ പറയണം, നിങ്ങൾ കേൾക്കണം തീരുമാനിച്ചത് അള്ളാഹു മാത്രമാണ്. ഇത് ചോദിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അതിലൊരു മടിയുമില്ല, ഒരു ലജ്ജയില്ല. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇതിന്റെ പല വർക്കുകളും